നീ എന്റെ ശത്രുവിന്റെ പുത്രി മാത്രമല്ല, എന്റെ നമ്പർ 1 ശത്രുവും കൂടിയാ. നിന്നെ ഞാൻ ശ്വാസം മുട്ടിച്ചു കൊന്നാൽ നിന്റെ നിലവിളി കേൾക്കാൻ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. മനസ്സിലായോടി? ഞാനുണ്ടാവണോ? അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ശരി, ഞാൻ വിളിക്കാം. എനിക്ക് പെട്ടെന്ന് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണം. രാജു കൊറിയർ ഓഫീസിൽ കയറി ഇതൊന്ന് അയച്ചേക്കോ? ശരി. കുറച്ച് ദിവസമായി ഋതു എന്നോട് എന്തോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ കാര്യമുണ്ട്. ആ അമ്പിയെ ഋതു പേടിക്കുന്നുണ്ട്. എന്താണാവോ? ഈ കവറിലെന്താ? വെറും വൈറ്റ് പേപ്പറോ? ഇതിലൊന്നും ഇല്ലല്ലോ. ഇയാൾ ഒറ്റയ്ക്കാ പോകുന്നത്. അപ്പോൾ ഉറപ്പായും ജഗനങ്ങളുള്ള സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും. രാജു കൊറിയർ അയച്ച് വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് തിരിച്ചെത്താൻ പറ്റുമോ? രാജു ഫോൺ ചെയ്ത് ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമോ? ഋതു എങ്ങോട്ടാ പോയേ? ഇതായിരിക്കും അയാളുടെ താവളത്തിലേക്കുള്ള വഴി. ഇവിടെ ഉറപ്പായും ജഗന്നാഥൻ അങ്കിള് കാണും. ഈ ഋതു ഇത് എങ്ങോട്ടാ പോയത്? ഋതുവിനെ വിളിച്ചു നോക്കിയാ അവൾ സത്യം പറയില്ല. എന്നാലും എന്തായിരിക്കും ഋതു നേരിടുന്ന പ്രശ്നം? പോലീസിനെ വിളിക്കണോ? വേണ്ട, അവർ ഈ സമയത്ത് അയാളുടെ സൈഡായിരിക്കും. വേണ്ട. നിന്നെ ഇവിടെ എത്തിക്കാനാ ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിച്ചത്. നീ 1-2 ദിവസമായിട്ട് എന്റെ വീട്ടിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് പിന്നെ ഞാനേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് വിചാരിച്ചു? എന്റെ പിന്നാലെ വന്നാൽ
നിന്റെ ജഗന്നാഥൻ അങ്കിളിനെ കിട്ടുന്നു വിചാരിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നു. ആ ജഗന്നാഥനെ ഞാൻ എൻ്റെ ഒരു അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുക. ഈ ജഗൻ എവിടെ ഉണ്ടെന്ന് അവന് മാത്രമേ അറിയൂ. നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. ജഗന്നാഥൻ ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ താവളത്തിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്നോടി. നീ എന്റെ ശത്രുവിന്റെ പുത്രി മാത്രമല്ല, എന്റെ നമ്പർ 1 ശത്രുവും കൂടിയാ. നിന്നെ ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ നിന്റെ നിലവിളി കേൾക്കാൻ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. മനസ്സിലായോടി? ഞാനുണ്ടാവണോ? ഹാ, വന്നല്ലോ അവതാര പുരുഷൻ, തൂണിലും തുരുമ്പിലുമുള്ള രാജു ഭഗവാൻ. ഋതു, എന്താ ഇവിടെ? എന്താ പ്രശ്നം? രാജു, എന്താ ഇയാളുടെ പിന്നാലെ? ആദിവള് പറയില്ലടാ രാജു. ഇവളെ ഞാനൊരു വിഷമവൃത്തത്തിൽ കുരുക്കിയിട്ടിരിക്കുക. പ്രതാപവർമ്മയെ ഇലക്ഷൻ തോൽപ്പിക്കാൻ ഞാൻ ഇവൾക്കായി ഒരു കെണി ഒരുക്കി. ആ കെണിയില് ദാ ഇവള് വന്ന് വീടും. ഇവള് നിങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ അല്ലേ? എന്നാൽ ഈ അനന്തൻ പൊളിറ്റിക്കൽ കിങ്ങാ. എന്റെ പൊളിറ്റിക്കൽ തന്ത്രത്തിന്റെ കുരുക്കിൽ നിന്റെ ഭാര്യ ഋതിക്ക് ഞാൻ ഇങ്ങനെ കുരുക്കി ഇവളുടെ അച്ഛനെതിരെ നിർത്തി. അച്ഛനെ ഇവൾ കൊല്ലുന്നതിന് തുല്യമാക്കി. ഇവിടെ തന്നെ ഉണ്ടല്ലോ, തന്നെ ഇന്ന് ഞാൻ കൊല്ലും. കയ്യറ കയ്യറ, അല്ലെങ്കിൽ തോറ്റുന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പ് മകൾ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന സത്യം എനിക്ക് ആ പ്രതാപവർമ്മയോട് തന്നെ പറയേണ്ടി വരും. ജഗന്നാഥൻ അങ്കിൾ എവിടെ ഉണ്ടെന്ന് ഒന്ന് പറയാമോ? വാ രാജു, നീ ഇപ്പൊ ചെയ്തിരിക്കുന്നതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നിനക്കറിയാവോ? അതിന്റെ ആഫ്റ്റർ എഫക്ട് എത്ര ഭീകരമായിരിക്കുമെന്ന് ഇത് ചിന്തിക്കുന്നുണ്ടോ? എന്ത് ചതിയാ ഇത്! ഇലക്ഷനിൽ സ്വന്തം അച്ഛനെ തോൽപ്പിക്കാനായിട്ട് വർക്ക് ചെയ്യുക, ശത്രുക്കളുടെ വാക്കും വിശ്വസിച്ച് അതിൽ ചെന്ന് ചാടുക. ഇതിപ്പോ ഒരു മകള് കുതുകാല് വെട്ടി അച്ഛനെ വീഴ്ത്തിച്ചതുപോലെ ആയില്ലേ?